നെഹ്റു ട്രോഫിയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്ര ഉണ്ട്. പുന്നമട ബോട്ട് ക്ലബിനൊപ്പമാണല്ലോ മിഥുൻ അയ്യപ്പൻ ഇപ്പോൾ ഉള്ളത്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾ മിഥുൻ? നമ്മൾ ഈ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ ആരിത്തവണ കപ്പ് എടുക്കുമെന്നുള്ള ചെറിയൊരു ചർച്ച നിങ്ങൾ നടന്നല്ലോ. പക്ഷേ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ക്യാമ്പാണ് ഇത്. പുന്നമടയിലെ ചുണക്കുട്ടികളായിട്ടുള്ള നിരവധിയായിട്ടുള്ള തുഴക്കാരെല്ലാം ഇപ്പോൾ ബോട്ട് ക്ലബിന്റെ ഭാഗമായി ഇവിടെ ആ ക്യാമ്പിലാണ് ഉള്ളത്. നമുക്കിപ്പോൾ ചേട്ടാ, ഇത്തവണ കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു കപ്പാണ്. ഇത്തവണ തിരിച്ചു പിടിക്കുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് പുന്നമട ബോട്ട് ക്ലബ് ഉള്ളത്. കന്നിക്കപ്പ് ഇപ്പോൾ ഇത്തവണ നേടും. സ്വന്തം നാട്ടിൽ നടക്കുന്ന ജലമാമാങ്കത്തിൽ ആ ഒരു കപ്പ് കിട്ടാതെ പോയത് നിങ്ങൾക്ക് വലിയൊരു വിഷമം ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ ഇത്തവണ അത് തിരിച്ചു പിടിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ശരിക്കും പുന്നമട ബോട്ട് ക്ലബ് ഇത്തവണ തയ്യാറെടുക്കുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച സമയത്ത് എത്തിയിട്ടും ഫൈനൽ മത്സരത്തിൽ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി. അതുകൊണ്ട് എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടാണ് പിന്തള്ളപ്പെട്ടെങ്കിൽ ആ കാരണങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ശക്തമായ രീതിയിൽ ഇന്ന് തുഴഞ്ഞു മുന്നേറാനായിട്ട് ഏകദേശം 35 ദിവസത്തോളം നല്ല കായികക്ഷമതയോടെ ചുണക്കുട്ടന്മാരായിട്ടുള്ള കുട്ടികൾ പരിശീലനം നേടി നല്ല കായികക്ഷമതയോടുകൂടി നമ്മളിന്ന് മത്സരവേദിയിലേക്ക് കടന്നു പോവുകയാണ്. 3ാം ഭാഗത്തിലെ 2ാം ട്രാക്കിൽ നമ്മളിന്ന് മത്സരിക്കുന്നത് പുന്നമട ബോട്ട് ക്ലബ് ഇന്ന് മത്സരിക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനോടാണ്. നമ്മളവരെ ബഹുമാനിക്കുന്നു. അവരുടെ കോച്ച്, അവരുടെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അതിലെ തുഴച്ചിക്കാരിൽ ബഹുഭൂരിപക്ഷം പേരും, അതിലെ താളക്കാരടക്കം. പക്ഷേ മത്സരത്തിൽ അങ്ങനെയല്ല. മത്സരത്തിൽ ശക്തമായ പോരാട്ടം നടത്തും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നല്ല വ്യക്തമായ രീതിയിൽ ജയിച്ച് മുന്നേറുക. അതിലൂടെ നെഹ്റു ട്രോഫിയുമായി പുന്നമട കരയിലേക്ക് ആദ്യമായി നെഹ്റു ട്രോഫി പുന്നമട ബോട്ട് ക്ലബിന് വേണ്ടി കൊണ്ടുവരിക എന്ന ലക്ഷ്യം തന്നെയാണ്. അതിന് മാന്യ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ അവസരത്തിൽ ചോദിക്കുന്നു. ഹീറ്റ്സിൽ ഏറ്റവും കുറഞ്ഞ സമയം രേഖപ്പെടുത്താൻ കഴിയുന്നത്, പക്ഷേ ഫൈനൽ ഒരു നിർഭാഗ്യം എന്ന് തന്നെയാണോ അന്നത്തെ ആ ഒരു പ്രകടനത്തെ നമുക്ക് കാണാൻ? അല്ല, നമ്മളെല്ലാവരും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഹീറ്റ്സും ഫൈനലും എന്ന് പറയുന്നത് രണ്ട് തുഴച്ചിലാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഹീറ്റ്സിലെ തുഴച്ചിലെല്ലാം ഹീറ്റ്സിൽ ഏറ്റവും സമയം കുറച്ച് വരുന്നതിന് വേണ്ടിയിട്ട് വരിക. ഫൈനൽ എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നേ വരാനായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ആ കഴിഞ്ഞ പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു ഡ്രോബാക്സ് എല്ലാം നമ്മൾ പരിഹരിക്കാനുള്ള ശ്രമം, 35 ദിവസത്തെ കഠിനമായിട്ടുള്ളൊരു പരിശീലനം, എങ്ങനെയാണ് ആ പരിശീലന കാലയളവൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പരിശീലനം? നമുക്ക് ശരിക്കും വാട്ടർ ട്രെയിനിങ്ങും ഫിസിക്കൽ ട്രെയിനിങ്ങും ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശ്വാസം, പരിപൂർണമായ വിശ്വാസത്തോടു കൂടിയാണ് മത്സരവേദിയിലേക്ക് പോകുന്നത്. ഞങ്ങളിപ്പോൾ രാവിലെ വള്ളം നീട്ടിലിറക്കാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും അവിടെയും ആവേശമാണ്, വിജയ പ്രതീക്ഷയിലാണ്. മിഥുൻ ഏത് ടീമിനൊപ്പമാണെന്ന് എനിക്ക് ഏതാണ്ടൊക്കെ ഊഹിക്കാൻ കഴിഞ്ഞു. എന്തായാലും ഇതിനെ വിട്ടിട്ടുള്ള ഒരു പാട്ട് നമുക്ക് കേൾക്കണം. അതിനു മുമ്പ് അരുൺ കൊടുങ്ങൂരിന്റെ ഒപ്പം ഒരു അടിപൊളി ടീമുണ്ട്. പുന്നമട വിജയിക്കും എന്നൊക്കെ പറഞ്ഞത് അരുണിന്റെ അടുത്ത പുന്നമടക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അരുൺ എന്തും പറയാം. ഈ ചെല്ലുമ്പോ അങ്ങനെ പറയാൻ പറ്റൂല, ആളുകൾ കയറി കൈവെക്കും.